ഓക്കെ മിസ്. അതും പറഞ്ഞ് വൈച്ചു പാറും പോയി. വൈദേഹി എന്ന് കാവ്യൻ്റെ നാവിൽ നിന്നും കേട്ടതും രുദ്രനും ജോണും ഒരുമിച്ച് നോക്കി. എന്നാൽ അവർക്ക് കാണുന്നില്ലായിരുന്നു. വൈച്ചു പാറു പോയതും കാവ്യ തിരിച്ച് അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ഏട്ടാ ഇങ്ങനെ നോക്കുന്നേ? രുദ്രനും ജോണും നോക്കുന്നത് കണ്ട് കാവ്യ ചോദിച്ചു. അത് ആരാടി? ജോൺ സംശയത്തോടെ ചോദിച്ചു. അത് ഫയറിലെ പിള്ളേരാണ്. ആഹാ, എന്താ പേര്? ജോൺ ചോദിച്ചത് കേട്ട് കാവ്യ അവനെ സംശയത്തോടെ നോക്കി. അയ്യേ, നീ എന്താ ഇങ്ങനെ നോക്കണേ? എനിക്ക് എൻ്റെ അച്ചു ഇല്ലേ? അച്ചു ഉയർ. കാവ്യ നോക്കുന്നത് കണ്ട് ജോൺ നെഞ്ചിൽ ഇടിച്ചത് കൊണ്ട് പറഞ്ഞു. ഓ, നിന്റെ ശ്രിയ വെങ്കിടേഷ് അല്ലേ? എന്നാലും കാണോ? ഇനി അവൾ വേറെ ആരേലും കെട്ടിക്കാണോ? കാവ്യ ചിരിച്ചു. ഒന്ന് പോടി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈശോയെ. ജോൺ കൈ ഉയർത്തി വിളിച്ചു. അല്ല, ഇപ്പം പോയ കൊച്ചിൻ്റെ അച്ഛൻ്റെ പേര് ഇതുപോലെ ഒന്നാ. അവളും തൃശ്ശൂറാണ്. നീ വേണേൽ ചോദിച്ചു നോക്ക്. ആണോ? ഏതാ ഡിപ്പാർട്ട്മെൻറ്റ്? ബികോം ഫിനാൻസ്. ആഹാ. രുദ്രൻ ഇത് ഒന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവൻ പുറത്തേക്ക് തന്നെ നോക്കിയിരുന്നു, ആരെയോ തിരയുന്നത് പോലെ. കാർത്തി, എന്താടാ ഒന്നും മിണ്ടാതെ? രുദ്രൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് കാവ്യ ചോദിച്ചു. എടാ ജോൺ ഒന്ന് വന്നേ, പെട്ടെന്ന് ജോബിൽ വന്ന് വിളിച്ചു. ജോൺ എവിടേക്കാ? ഡാ. ജോൺ പോകുന്നത് കണ്ടതും രുദ്രൻ ചോദിച്ചു. ഇപ്പോൾ വരാം. ജോൺ പോയതും കാവ്യ രുദ്രനെ നോക്കി. ഡാ പൊട്ടാ. എന്താടി കോപ്പേ? സോറിടാ. എന്തിന്? രുദ്രൻ ചോദിച്ചതിന് ഒന്നും മിണ്ടാതെ അവനെ നോക്കി അവൾ. കാവ്യ നോക്കുന്നത് കണ്ടതും രുദ്രൻ ദേഷ്യം വന്നു. ഡി, നിനക്ക് ക്ലാസ് ഇല്ലേ? ആ ഉണ്ടടാ. ആ പിള്ളേർ വന്നു വിളിച്ചില്ലേ, അതിനാ. അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. എന്നാ പൊക്കൂടാ. ഓ, അല്ലേലും നിനക്കിപ്പോൾ എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല. പിന്നെ ഒന്ന് പോടി. അതും പറഞ്ഞ് രുദ്രൻ എണീറ്റ് നടന്നു. ഞാൻ പോവുക. നീ എവിടേക്കടാ? എനിക്ക് നവീനെ ഒന്ന് കാണണം. ആ, എന്നിട്ട് എൻ്റെ ക്ലാസ്സിലേക്കൊന്ന് വന്നോളൂ കേട്ടോ ഡാ. ആടി. രുദ്രൻ നവീൻ്റെ ക്ലാസ്സിൽ ചെന്നു. രുദ്രനെ കണ്ടതും നവീൻ ഹഗ് ചെയ്തു. കാർത്തിയേട്ടാ, എപ്പോഴാ വന്നേ? കുറച്ച് സമയമായി. ഇത് എന്താടാ പുറത്ത് നിൽക്കുന്നേ? ക്ലാസ് ഇല്ലേ? രുദ്രൻ സംശയത്തോടെ ചോദിച്ചു. ഏയ് ഇല്ല, പ്രിയ മിസ് ലീവാണ്. ഓ, എന്നാ ശരിടാ, ഞാൻ പോവുക. കാർത്തിയേട്ടാ. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ രുദ്രനെ നവീൻ വിളിച്ചു. എന്താടാ? ഇന്ന് എൻ്റെ അനിയത്തിനെ കാണാൻ വരുവോ? ആര്? കിടുക്കിനെയോ? ആഹാ. ആ, പോവാടാ. നീ വിളിച്ചാൽ മതി. ഓക്കെ ചേട്ടാ, ബൈ. ഹാ, ഞാൻ കാവ്യൻ്റെ ക്ലാസ്സിൽ ഉണ്ടാവും. ജോണിനെ കണ്ടാ പറഞ്ഞേക്ക്. ആ, പറയാം. രുദ്രൻ കാവ്യൻ്റെ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു. അവിടെയുള്ള കുറച്ച് പെൺകുട്ടികൾ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അവരെ തറപ്പിച്ചു നോക്കി. അവർ പെട്ടെന്ന് തന്നെ മുഖം മാറ്റി. രുദ്രൻ കാവ്യൻ്റെ ക്ലാസ്സിൻ്റെ മുന്നിലെത്തിയതും അവളെ വിളിച്ചു. ഹാ, വന്നോ? പ്ലീസ് റീഡ് ദീസ് പാസേജ്. അതും പറഞ്ഞ് കാവ്യ രുദ്രൻ്റെ അടുത്തേക്ക് പോയി. ഓ, ഇത് ആരാ വന്നേ? പാറു സംശയത്തോടെ ചോദിച്ചു. രുദ്രൻ ചേട്ടൻ ആവും. എന്ത്? കിച്ചൻ പറഞ്ഞത് കേട്ട് വൈച്ചു ഞെട്ടി അവനെ നോക്കി. ആ പേര് കേട്ടതും വൈച്ചു ആർക്കെയെ ഓർത്തു. രുദ്രൻ ചേട്ടൻ എന്താടി? ഏയ്. ഓ, ചേട്ടൻ വന്നാ ഇനി കാവ്യ മിസ് ക്ലാസ്സിൽ കയറില്ല. അത് എന്താടി ക്ലാസ്സിൽ കയറിയ? കാവ്യ മിസ്സിൻ്റെ ലൈനാണ് അത്. കേറോ? നാളായി വരാറില്ലായിരുന്നു. ഇപ്പോൾ ഇനി സംസാരിക്കോലോ. പാറു ചിരിച്ചു കൊണ്ട് പറഞ്ഞു. എടി പൊട്ടത്തി, ആവശ്യമില്ലാത്തത് പറയല്ലേ. രുദ്രൻ ചേട്ടൻ കേട്ടാൽ നിന്നെ കൊല്ലും. കിച്ചൻ പറഞ്ഞു നിർത്തി അവരെ നോക്കി. പിന്നെ അവർ തമ്മിൽ ഒന്നുമില്ലെന്നല്ലാണോ? ആ, ഒന്നുമില്ല. അവർ 10ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാ. പിന്നെ ഈ കോളേജിലും. എന്നാ കാവ്യ മിസ് നന്നായി പഠിച്ചു. ഇവിടെ തന്നെ ജോബ് വാങ്ങി. ഈ രുദ്രൻ ചേട്ടനും പിന്നെ വേറെ ഒരു ചേട്ടനും ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണ്. ഓ, കോപ്പ്. ബെൽ അടിച്ചെങ്കിൽ ആ മുതലിനെ ഒന്ന് കാണാമായിരുന്നു. കാവ്യ മിസ്സിൻ്റെ മനസ്സിളക്കി വിശ്വാമിത്രനെ വൈച്ചു എത്തിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അന്നേ ഇപ്പോൾ അടിക്കും.
കിച്ചൻ പറഞ്ഞു തീരും മുന്നേ ബെല്ലടിച്ചു. ബെല്ലടിച്ചതും വൈച്ചു ഓടിപ്പോയി അവിടെ വീണു എന്ന് പറഞ്ഞാ പോരെ. പെട്ടെന്ന് ഓടി വന്ന കാരണം ചെരുപ്പ് വഴുതിപ്പോയി. എല്ലാവരും അവളെ നോക്കി ചിരിക്കാൻ തുടങ്ങി. റീന അവളെ പരിഹസിച്ചു ചിരിച്ചു. വൈച്ചുവിനെ ആകെ വിഷമമായി. വൈച്ചു തല ഉയർത്തി നോക്കി. രുദ്രൻ അവൾ വീണത് കണ്ട് ചിരിച്ചു. അവൻ ചിരിക്കുന്നത് കണ്ടതും കാവ്യയും ചിരി വന്നു. പിന്നെയാ രുദ്രൻ അവളുടെ മുഖം ശ്രദ്ധിച്ചത്. ഇത് അവളല്ലേ? അവൻ മനസ്സിൽ വിചാരിച്ചു. ആർക്കെ? ഇവനോ? അവളും ഓർത്തു. അവളെ കണ്ടതും അവൻ ചിരി പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കാവ്യ അവളുടെ അടുത്തേക്ക് വന്നു. വൈദേഹി, എണീക്ക്, കുഴപ്പമില്ലല്ലോ? ഇല്ല മിസ്. അവൾ എണീറ്റ്. അപ്പോഴും അവൻ ചിരിച്ചു. വൈജുവിന് സങ്കടം വന്നു. കണ്ണ് നിറഞ്ഞു. അവനെ ഒന്ന് നോക്കി അവൾ അവിടേന്ന് പോയി. അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ കാണവേ അവൻ എന്തോ കുറ്റബോധം തോന്നി. ഡാ പൊട്ടാ, എന്താ ഇത്രമാത്രം ചിരിക്കാൻ? പാവം ആ കുട്ടി. രുദ്രൻ്റെ കയ്യിൽ അടിച്ചുകൊണ്ട് കാവ്യ പറഞ്ഞു. പാവം. ശരിടി, പോവാ. അവൻ പോകുന്നതും നോക്കി കാവ്യ നിന്നു. രുദ്രൻ ജോണിനെ നോക്കി നടക്കുന്നതിനിടയിലാണ് വൈജു മന്ദിരത്തിൻ്റെ ചോട്ടിൽ ഇരിക്കുന്നത് കണ്ടത്. അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. രുദ്രൻ അവളുടെ അടുത്തേക്ക് വന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് എണീറ്റ് പോവാൻ നിന്നതും അവൻ വിളിച്ചു. താൻ ഒന്ന് നിന്നേ. എന്താ, തൻ്റെ ചിരി മാറിയില്ലേ? ചിരിക്ക്. വൈജു ആകെ ദേഷ്യത്തിൽ പറഞ്ഞു. അത് കണ്ടപ്പോൾ അവനും ദേഷ്യം വന്നു. എന്താടി കുരിപ്പേ, നിന്നോട് സോറി പറയാൻ വന്ന എന്നെ വേണം തല്ലാൻ. നിന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അവൻ കൈ ഉയർത്തി. തൻ്റെ സോറി ആക്ട് വേണം. ഒന്ന് പോടാ. തനിക്ക് ആരെയും മനസ്സിലാക്കാനുള്ള കഴിവില്ല. നിന്നെ. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. എന്ത് ചെയ്യും? പോടാ കാട്ടുമകനെ. അതും പറഞ്ഞ് അവൾ ഓടി. അവൾ പോകുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു. അവൾ ദേഷ്യപ്പെട്ടു പോയും അവൻ ചിരി വന്നു. എന്നാ അവൻ അതും കാണിച്ചില്ല. കാണിച്ചാൽ ചിലപ്പോൾ അവൻ അവളെ അടിക്കേണ്ടി വരും. അയാൾ സോറി പറയാൻ വന്നേക്കുന്നു. ആർക്ക് വേണം? കാട്ടുമാക്കാൻ. അവൾ ഓരോന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു. വൈദേഹി, എന്താടി പിറുപിറുക്കുന്നേ? ആരോ ചോദിച്ചത് കേട്ട് അവൾ ഞെട്ടി നോക്കി. ആഹാ, രാവണൻ ചേട്ടനോ? ഞാൻ എന്തോ ഓർത്തു നടന്നതാ. അവൾ തലയ്ക്കടിച്ചു കൊണ്ട് പറഞ്ഞു. എന്തോയോ? അവൻ ഒരു ചിരിയോടെ ചോദിച്ചു. അവൾക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ചേട്ടാ, എന്നാ ഞാൻ പോട്ടെ. അവൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ രാവണന് ആകെ ദേഷ്യം വന്നു. വൈച്ചു അവനെ എന്താ എന്ന ഭാവത്തിൽ നോക്കി. പൊക്കോ വൈദേഹ. അവൻ പറഞ്ഞു തീരും മുന്നേ അവൾ അവിടേന്ന് പോയി. നീ എനിക്കുള്ളതാ വൈദേഹി. ഈ രാവണൻ്റെ പെണ്ണാ നീ വൈച്ചു പോകുന്നത് നോക്കി രാവണൻ മനസ്സിൽ പറഞ്ഞു. ലേബിൽ പോയി തിരിച്ചു വരായിരുന്നു പാറു. പാർവതി ഒന്ന് നോക്കി. ശിവ പാറുവിനെ വിളിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയി. ചേട്ടാ. പാർവതി, താൻ? ചേട്ടാ, ഒരു കാര്യം പറയട്ടെ. പാറു പറഞ്ഞത് കേട്ട് ശിവ അവളെ എന്തെന്ന് പോലെ നോക്കി. എല്ലാവരും എന്നെ പാറു എന്നാ വിളിക്കുക. ചേട്ടനും അങ്ങനെ വിളിച്ചാൽ മതി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കേടോ, ഞാൻ ഇത് എങ്ങനെ പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഓക്കെ പാറു. ഓക്കെ. പിന്നെ ചേട്ടൻ എന്താ പറയാൻ വന്നേ? അവൾ സംശയത്തോടെ ചോദിച്ചു. അതോ, എടോ, ഞാൻ അത് പറഞ്ഞാൽ താൻ എന്താ പറയുക എന്ന് ഒന്നും എനിക്കറിയില്ല. എന്നാ തന്നെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനും തോന്നുന്നില്ല. ഇനി താൻ പറ. പാറു വായ് പൊളിച്ചു നിന്നു. അപ്പോൾ പറഞ്ഞാ മതി. പാറു ബൈ. അല്ല, ആൾ എന്താ പറഞ്ഞേ? അവൻ പറഞ്ഞത് ഒന്നും കൂടെ ആലോചിച്ചു. മനസ്സിൽ ലഡു പൊട്ടി. പോകുന്ന ശിവയെ അവൾ വിളിച്ചു. ശിവേട്ടാ. എന്താ ഭഗവാനെ, നോ പറയാൻ വരണോ? അവൾ മനസ്സിൽ പറഞ്ഞു. ചേട്ടാ. എന്തോടാ? എനിക്ക് ചേട്ടനെ വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല. അവൾ നാണത്താൽ പറഞ്ഞു. എന്തെന്ന് ശരിക്കും? പാറു ചിരിച്ചു. ഗുഡ്. ഐ ലവ് യു പാറു. ശിവ അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. പാറു ചിരിച്ചുകൊണ്ട് ഐ ലവ് യു ടു ശിവേട്ടാ.
പിന്നെ കാണാം, വൈച്ചു എന്നെ തിരക്കുന്നുണ്ടാവും. അവർ കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു. നീ ഇത് എവിടെ പോയതാ പാറു? പാറു ഒന്നും മിണ്ടാതെ ചിരിച്ചു. എന്താടി ഒരു കള്ളച്ചിരി? പാറുവിൻ്റെ ചിരി കണ്ട് വൈച്ചു ചോദിച്ചു. അത് ശിവേട്ടൻ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു. ഹാ, പൊളിച്ചു മുത്തേ, പൊളി. നന്നായി. എന്തായാലും നീ കുറേ നാളായി ആളുടെ പിന്നാലെ നടക്കുകയായിരുന്നില്ലേ? കിച്ചൻ പറഞ്ഞത് കേട്ട് പാറു പല്ലിളിച്ചു. പിന്നെ ഇൻ്റർവെല്ലിന് ശിവേട്ടൻ അടുത്തു പോണേ. വന്നോളൂ. ഡൺ. രുദ്രൻ, ജോണും ശിവയും ജോബിനും ക്യാൻറ്റീനിൽ നിന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. എടാ പാറു, സെറ്റായിട്ടോ? നീ പറഞ്ഞോ ആ കൊച്ചിനോട്? ശിവ പറഞ്ഞത് കേട്ട് ജോബിൻ ചോദിച്ചു. ആടാ, പറഞ്ഞു. അവളൊരു പാവ. കാണുമ്പോൾ എല്ലാവരും പാവ. പെട്ടെന്ന് രുദ്രൻ പറഞ്ഞു. അല്ല, ആർക്കെ അവൾ ശരിക്കും പാവ? ഓ, എല്ലാവർക്കും സെറ്റായി. എൻ്റെ കൊച്ചു എവിടെയാവോ? എൻ്റെ അച്ചു, നീ എവിടെയാ പെണ്ണേ? ജോൺ അവരെ നോക്കി വിഷമത്തോടെ പറഞ്ഞു. എൻ്റെ പൊന്നു മോനെ, നീ അത് വിട്ടില്ലേ? അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ ഡാ. ജോബിൻ പറഞ്ഞത് കേട്ട് ജോൺ വിഷമത്തോടെ പറഞ്ഞു. രുദ്രൻ പെട്ടെന്ന് ജോണിനെ ഒന്ന് നോക്കി. എന്തോ ഓർത്ത പോലെ അവൻ ചാടി എണീറ്റു. ഡാ ജോണേ, വന്നേ. എന്താടാ? വന്നേ നീ. രുദ്രൻ സംശയത്തോടെ നോക്കി. ജോൺ അവൻ്റെ ഒപ്പം പോയി. ഡാ, നീ ഇത് ആരെ നോക്കാടാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രുദ്രൻ എല്ലാവിടെയും തിരയുന്നത് കണ്ടപ്പോൾ ജോൺ ചോദിച്ചു. ആ, വന്നേ. വൈച്ചു പാറു കിച്ചനും ഗ്രൗണ്ടിലായിരുന്നു. വൈച്ചുവിനെ കണ്ടതും രുദ്രൻ അവളുടെ അടുത്തേക്ക് പോയി. എടി നീ. അവൻ ഒരു അത്ഭുതത്തോടെ അവളെ നോക്കി. ഹലോ മർ എട്ടി പൊടി എന്ന് തൻ്റെ കെട്ടിയോളെ പോയി വിളിച്ചാൽ മതി. എനിക്കൊരു പേരുണ്ട്. ഓക്കെ. ഓ, എന്താവോ മേഡത്തിൻ്റെ പേര്? രുദ്രൻ കൈകൾ പിണച്ചുകൊണ്ട് അവളുടെ മുന്നിൽ നിന്നു. വൈദേഹി വെങ്കിടേഷ്. അവനെ ഒന്ന് പുച്ഛിച്ചു കൊണ്ട് അവൾ പറഞ്ഞു. ആ പേര് പറഞ്ഞപ്പോഴാ ജോൺ അവളെ ശ്രദ്ധിച്ചത്. വൈച്ചു, നീ അവളെ നോക്കി ചിരിച്ചു. ഇച്ചായ എവിടെ? വൈച്ചു, നീ എന്തൊക്കെയുണ്ട് പറ. എങ്ങനെ ഇവിടെ? പൊളിച്ചു പറ. എന്താണ്? ജോൺ സന്തോഷം കൊണ്ട് വാക്കുകൾ പറഞ്ഞു മുഴുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു രണ്ടാളും. അയ്യോ ഇച്ചായ, എൻ്റെ സന്തോഷം പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല. സുഖാണോ? ആ വൈച്ചു, പറ. നീ എങ്ങനെ? ഞാൻ എവിടെയാ പഠിക്കുന്നേ? അല്ല അച്ചു, എവിടെ? അവൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു. ഓ, മറന്നില്ലല്ലേ? ഏയ്, എങ്ങനെ മറക്കാനാ? പറ, എവിടെ? അവൾ വേറെ കോളേജിലാണ്. ആ, ജോൺ ഒന്ന് ചിരിച്ചു. അവൾക്ക് സുഖമാണോ? വൈച്ചു. ആ, സുഖം. ഡാ, പോവാം. കണ്ടില്ലേ, മതി. രുദ്രൻ വൈച്ചുവിനെ നോക്കി പറഞ്ഞു. ഇച്ചായ, ഇയാളെ കൊണ്ടാണോ വന്നേ? കാട്ടുപോത്തിൻ്റെ സ്വഭാവം. മരപ്പട്ടിക്ക്. രുദ്രനെ നോക്കി ജോണിനോട് പതുക്കെ വൈച്ചു പറഞ്ഞു. എന്തെന്ന്? എന്താ? എന്താ? അതല്ലേ ചോദിച്ചേ? അയ്യേ, ചെവി കേൾക്കില്ലേ? ഇച്ചായ, പറ എന്താ? അവൾ അവനെ നോക്കാതെ ജോണിനോട് സംസാരിച്ചു. അവനും തിരിഞ്ഞു നിന്നു. രണ്ടാളും നോക്കി ചിരിക്കുകയായിരുന്നു. ജോൺ രുദ്രൻ നോക്കിയതും ചിരി നിർത്തി വൈച്ചുവിനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടേക്ക് ജോബിനും ശിവയും വന്നു. അവരെ നോക്കി ശിവ ഹായ് പറഞ്ഞു. ഹായ് ചേട്ടാ, ഞാൻ വൈദേഹി. വൈച്ചു എന്ന് വിളിക്കും. അവളും അവരെ നോക്കി പറഞ്ഞു. ഹാ വൈച്ചു, അല്ല പാറുവിന് എന്താ പറ്റിയേ? ശിവയെ നോക്കാതെ ഇരിക്കുന്ന പാറുവിനോട് ശിവ ചോദിച്ചു. എന്താ പറ്റാൻ? എനിക്കൊന്നുമില്ല. പാറൂസ് പിണക്കാണോ? എനിക്ക് ആരോടും പിണക്കം പരിഭവം ഒന്നുമില്ല. ഏയ്, അങ്ങനെ പറയല്ലേ. പിന്നെ അവർ രണ്ടും സൊള്ളിയിരുന്നു. അല്ല ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? ജോബിൻ ഫിലിപ്പ്. വൈച്ചു ചോദിച്ചത് കേട്ട് ജോബിൻ പറഞ്ഞു. ഹേ ഇച്ചായ, പേരൊന്ന് പറഞ്ഞേ. ജോൺ കുരിശിങ്കിൾ. എന്താടി? ഏയ് ഒന്നുമില്ല. ജോജോ കേട്ടപ്പോൾ അവൾ കൊണ്ട് പറഞ്ഞു. കൂടെ അവരും ചിരിച്ചു. നിന്റെ ചേച്ചിയല്ലേ അച്ചു? ജോബിൻ സംശയത്തോടെ ചോദിച്ചു. എന്തേ അതിന്? ഏയ് ഒന്നുമില്ല പെങ്ങളെ. പാവം ജോണിൻ്റെ ചേച്ചീനോട് ഒന്നും പറ നോക്കാൻ. ഞാനോ? എന്താ? എന്തു പറയാൻ?
അവളുടെ ലൈഫാണ്. ഞാൻ എന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. അവൻ്റെ വിഷമം കണ്ടപ്പോൾ പറഞ്ഞതാ. ഹാ ഡാ മതി പോവാം. ജോണേ വാ. എടോ തനിക്കെന്താ? രുദ്രൻ അവരെ നോക്കി പറഞ്ഞത് കേട്ട് വൈച്ചു ദേഷ്യത്തോടെ അവൻ നോക്കി ചോദിച്ചു. എന്ത്? ഏയ് ഒന്നുമില്ല. അവനെ നോക്കി ചിരിച്ചു. അവൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് പേടിയായിട്ട് ഒന്നുമില്ലട്ടോ. ഡാ വാ. അവരെ നോക്കി ഒന്നും കൂടെ വിളിച്ചു. നിനക്ക് ലൈനൊന്നുമില്ലേ? ജോബിൻ ചോദിച്ചത് കേട്ട് അവൾ ചിരിച്ചു, കണ്ണുറുക്കി. രുദ്രൻ അവളെ ഒന്ന് നോക്കി. അവളുടെ ഉത്തരത്തിനായി കാതോർത്ത പോലെ. ഹാ ഉണ്ടല്ലോ, അവൾ നാണത്താൽ പറഞ്ഞു. ആരാടി? അത് ചോദിച്ച ആളെ അവൾ അത്ഭുതത്തോടെ നോക്കി ചിരിച്ചു.